Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ ഒരു തക്കാളി കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ഫാമിൽ പോയിട്ട് നമുക്ക് തക്കാളിയുടെ വിത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി അതിൽ കുറച്ച് പഴുക്കാൻ അനുവദിക്കുക. ആ തക്കാളി കൊണ്ട് നല്ലൊരു അടിപൊളി തക്കാളി ചെടി നമ്മുടെ ഒന്നോ രണ്ടോ ഒത്തിരി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ നല്ല വിഷമൊന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള തക്കാളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി തന്നെയാണ്, പക്ഷെ ഇത് ഒത്തിരി പഴുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ ഞെങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്, കൂടുതൽ പഴുത്ത നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ ഇത് നല്ലതുപോലെ വട്ടത്തിൽ വളരെ കനം കുറച്ച് നമ്മൾ അരിയാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ലൈസിലും ഓരോ വട്ടത്തിലും ഒത്തിരി വിത്തുകളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കുരുക്കളുണ്ട്, സീഡും ഉണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ വളരെ കനം കുറച്ച് നല്ല സ്ലൈസായിട്ട് മുറിക്കുന്നത്. എപ്പോഴും ഒരു 4 ഇഞ്ച് കനത്തിൽ മുറിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചെടുക്കട്ടെ. കനം കുറച്ച് ഈ ഒരു തക്കാളി നമ്മൾ അരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഒരു സ്ലൈസിൽ തന്നെ ഒത്തിരി കുരുക്കളുണ്ടാവും. അപ്പോൾ അത് മുളച്ച് വരുമ്പോഴത്തേക്കും ഒന്നിൻ്റെ കൂടെ ഒന്നിങ്ങനെ ഒട്ടി ഒത്തിരി അങ്ങ് എന്താ പറയുക, ഒത്തിരി അങ്ങ് ഒരുമിച്ച് അങ്ങ് കട്ട കുത്തി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്കത് മാറ്റിയിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കനം കുറച്ച് അരിയാൻ പറയുന്നത്. ഇപ്പോൾ അതാ നോക്കിക്കേ, ഇതിനകത്ത് ഉണ്ടോ, നമുക്ക് കാണാം ഒത്തിരി കുരുക്കൾ ഇതിനകത്ത് കാണാം. ഇതാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു അഗ്രികൾച്ചർ ഫാമിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് സീഡും അതിൻ്റെ വേണ്ടുന്ന വിത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ വിത്തില്ലാത്തതൊക്കെ ആണെന്നുണ്ട് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. കാരണം ഇതിൻ്റെ തലഭാഗവും വാൽഭാഗത്ത് നല്ല കട്ടിയിലിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് അതിനുള്ള സീഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡിയാണ്. ഇപ്പം ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിലാണ് വെച്ച് കട്ട് ചെയ്തത്. അതിനകത്ത് കണ്ടോ, അതിനകത്തും കുറച്ച് ഇതുപോലെ കുരുക്കളുണ്ട്. അതും ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി റെഡിയാണ്. ഇതെങ്ങനെ നമ്മൾ പാവാന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുറത്ത് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചെടിച്ചട്ടി ഇവിടെ ഒരു ടെറാക്കോട്ടയുടെ ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്ത് ചെടിച്ചട്ടി വേണമെങ്കിലും എടുക്കാം, പക്ഷെ നിങ്ങൾ ഡ്രെയിനേജ് ഹോള് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചെടിച്ചട്ടിയുടെ ഡ്രെയിനേജ് ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന മണ്ണൊക്കെ അതിനകത്ത് കൂടെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇതുപോലത്തെ കല്ലാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ എടുക്കുന്ന ചെടിച്ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇടണ്ട, നേരെ തന്നെ മണ്ണ് ഇടാം കേട്ടോ. അപ്പോൾ മണ്ണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്ന മണ്ണാണ്. നിങ്ങൾക്ക് അതിന് മുന്നേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഗ്ലൗസ് ഇടണം എന്നുള്ളവർക്ക് ഗ്ലൗസ് ഇടാം കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഞാനതിന് മുന്നേ മല്ലിയിലേറെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഗ്ലൗസ് ഇട്ട് ചെയ്യണം എന്ന്. എനിക്ക് എന്തുകൊണ്ടോ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ അല്ല. എനിക്ക് കൈ കൊണ്ടൊക്കെ അത് മണ്ണൊക്കെ നല്ലതുപോലെ പൊടിച്ച് കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്യുന്നത്. ഗ്ലൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ള മണ്ണ് എങ്ങനത്തെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ താഴെ ഗാർഡനിലൊക്കെയുള്ള മണ്ണ് നമുക്ക് എടുക്കാം, അത് മതിയാവും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ ചേർത്തുന്നാൽ നല്ലതാണ്. ഇനിയിപ്പോൾ അത് ചേർക്കാൻ സൗകര്യപ്പെടില്ലാത്ത ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ചാണകപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇതല്ലാതെ തന്നെ നല്ലതുപോലെ മുളച്ചു വരും. പക്ഷേ ഇതൊന്ന് വലുതായി കഴിഞ്ഞെന്ന് നമ്മളിത് ഗ്രൗണ്ടിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അന്നേരമാണ് നമുക്ക് വളം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് കേട്ടോ. അതുവരയ്ക്കും ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ വിത്ത് മുളപ്പിക്കാനായിട്ട് നമുക്ക് ഒരു വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉണ്ടായാൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിറച്ചെടുത്തിട്ട് വരാം. നമ്മൾ നിറച്ച് തന്നെ മണ്ണിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്, വേറൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയണം എന്നില്ല. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് തക്കാളി 2ആയി മുറിച്ചിട്ട് ഇതിനകത്തുള്ള ഒരു കുരുക്കളെടുത്ത് ചെയ്യാതാലും വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നിരത്തി വെക്കാം. ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വായ്വട്ടമുള്ള ഒരു ചെടിച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ 4-5 സ്ലൈസ് മാത്രം മതിയാവും. നമ്മൾ ഒത്തിരി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കട്ട കുത്തി ഉണ്ടാവും കേട്ടോ.
അതുകൊണ്ട് 4-5 സ്ലൈസ് മാത്രം വെച്ചാൽ മതിയാവും. കാരണം ഞാൻ അങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 തക്കാളിയോളം ഞാൻ ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ചിട്ട് എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം അത്രയും അത് വിത്ത് മുളച്ച് വന്നിട്ട് എല്ലാം കൂടെ കെട്ടുപിണഞ്ഞ് കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വായ്വട്ടമുള്ള ചട്ടിയിൽ ഒരു 4-5 സ്ലൈസ് മാത്രം വെച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ വളരെ ഒരു 1/2 അല്ലെങ്കിൽ 3/4 ഇഞ്ചോളം കനത്തിൽ മണ്ണ് നിട്ട് കൊടുത്തതൊന്ന് മൂടിയിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ മൂടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിനിടയ്ക്ക് എങ്ങാനും ഈ തക്കാളി തെളിഞ്ഞ് വരണ പോലെ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്ത് മൂടിയിടാൻ നോക്കണം. ഒത്തിരി മണ്ണിട്ട് കൊടുക്കരുത്, വളരെ ഒരു ചെറിയ ലെയർ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒത്തിരി മോയിസ്റ്റ് എന്താ പറയുക, ഒത്തിരി നനവ് വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ തക്കാളി. അപ്പോൾ അതിന് ഒത്തിരി കുത്തി ഒഴിക്കരുത്, അന്നേരം നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം പുറത്ത് ചാടും. അപ്പോൾ അതാ ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അടപ്പമ്മ ഞാൻ ഒരു പിൻ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ വരുള്ളൂ, ഒത്തിരി അങ്ങ് കുത്തി വരത്തുമില്ല. അപ്പം അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ചെടിച്ചട്ടികൾക്ക്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു കുപ്പി മാറ്റി വയ്ക്കുക. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ ഇതിൻ്റെ ഒരു മണ്ണിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി വെള്ളം വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ തക്കാളി എന്നുള്ളത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് ആ മേലത്തെ ഒരു ലെയർ മാത്രം അങ്ങ് നനച്ച് എടുക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ താഴെക്കൂടെ ആ ഒരു ഹോളിൽ കൂടെ കുറച്ച് വെള്ളം വരണം. അപ്പം എന്നാലാണ് ആ ഒരു താഴത്തെ മണ്ണും ഇതുപോലെ നനഞ്ഞിരിക്കുള്ളൂ. അല്ലെങ്കിൽ മേലത്തെ മണ്ണ് മാത്രം നനഞ്ഞിരിക്കും. അപ്പം മേലെയുള്ള വേരുകൾക്ക് മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ, താഴെയുള്ള വേരുകൾക്ക് വെള്ളം കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായിപ്പോവും. അത് എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം താഴെക്കൂടെയും ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, അപ്പോൾ താഴെ കൂടെ മണ്ണിലൊക്കെ അത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി സംഭവം റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 7-8 ദിവസത്തിന് ഉള്ളിൽ ഇത് മുളയ്ക്കാൻ തുടങ്ങും. ഞാൻ പക്ഷെ അത് എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോ. അത് ഞാൻ ഒരു 8 ദിവസം കഴിയുമ്പം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇടാം കേട്ടോ. ഞാനത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വീഡിയോ ഇടുമെന്ന്. ഞാൻ പെട്ടെന്നാണ് ഓർത്തത് അന്നതൊന്ന് വീഡിയോ ഇട്ടേക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് നട്ടത് തന്നെ. പക്ഷെ ഞാനിത് മുന്നേ തന്നെ ചെയ്ത ഒരു ചെടിയുണ്ട്, അത് ഇത്രത്തോളം വലുതായി. ഇതൊരു 1 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ചെടിച്ചട്ടിയിൽ 3-4 അല്ലെങ്കിൽ 5 സ്ലൈസസ് ഒക്കെ വെക്കുമ്പം എനിക്ക് ആരോഗ്യമുള്ള എന്താ പറയുക മുളച്ച് വരുന്നത്, ആരോഗ്യമുള്ള മുളച്ച് വരുന്ന ചെടികളെന്ന് പറയുന്നത് വളരെ കുറവാണ്. എങ്കിലൊരു 4-5 ഒക്കെ ചിലപ്പം ഇതുപോലെ പിടിക്കും. അങ്ങനെ പിടിച്ചിട്ടുള്ള ഒന്നാണ് ഇത് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഇത് ഞാൻ മണ്ണിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. താഴെ ഗ്രൗണ്ടിലോട്ട് മാറ്റി വയ്ക്കും. കാരണം അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വേണ്ടുന്ന വെളിച്ചം എന്നൊക്കെ പറയുന്നത് നല്ലതുപോലെ ഒത്തിരി സൂര്യൻ്റെ വെളിച്ചം വേണ്ട, എന്നാൽ അത്യാവശ്യം ചൂടും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വേണം കേട്ടോ ഇത് എന്നാലേ അത് വളരത്തുള്ളൂ. അപ്പം ഞാൻ വീടിൻ്റെ അകത്താണ് വെക്കുന്നത്. ഒരു വിൻഡോ, എന്താ പറയുക, ഒരു ജനലേറെ സൈഡിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇനി വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചെടിച്ചട്ടിയിലകത്ത് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആ മണ്ണൊന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടുവോളം അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഒത്തിരി വെള്ളം ആയാലും കൊള്ളത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പക്ഷെ എപ്പോഴും അത് നല്ലതുപോലെ നനവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ എന്തായാലും ഒരു 8 ദിവസം കഴിയുമ്പം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത, വേറെ ഒന്നും എന്താ പറയുക, വിഷങ്ങളൊന്നും അടിക്കാത്ത തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് കെയർ കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.